Hi students, welcome back. Today we are going to discuss projectile motion. Okay. First question, consider a body projected into air. നമ്മളൊരു ബോഡി എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എയറിലേക്ക് എറിയാണ്. അങ്ങനെ എറിയുമ്പോൾ വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ട്രജക്ടറി? ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ പാത്ത് ഏതായിരിക്കും, അല്ലെങ്കിൽ ആ ബോഡി പോകുന്ന ഫോളോ ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ആ പാത്ത് ഏതാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യാണ്. ആ പ്രൊജക്റ്റ് ചെയ്യുന്നത് എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെ വേണേലും ആവാം. ഇപ്പൊ നമ്മൾ ഒരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യുന്നത് നേരെ മേളിലേക്കാണെങ്കിൽ ആ ബോഡി നേരെ മേളിൽ പോയി അതേ രീതിയിൽ തന്നെ തിരിച്ചു വരും. ഇത് വൺ ഡയമെൻഷണൽ മോഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നേരെ പോയി നേരെ വന്നു സ്ട്രേറ്റ് ലൈൻ മോഷൻ ആണ്. ഇനി ഈ പ്രൊജക്ടൈൽ പ്രൊജക്ട് ചെയ്യുന്നത് ഒരു സർട്ടൻ ആംഗിൾ വെച്ചിട്ടാണെങ്കിൽ യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തു, തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ബോഡിയെ ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഈ ബോഡി ഇങ്ങനെ പോയി ഇങ്ങനെ വരിക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു ബോഡി എന്ത് ചെയ്യാം, ചുമ്മാ എയറിലേക്ക് എറിഞ്ഞു നോക്കാം. അപ്പൊ ആ ബോഡി പോകുന്ന പാത്ത് ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇതാണ് എന്ത്, ആ ബോഡിയുടെ മൂവ്മെന്റ്. ഓക്കെ, ഈ പാത്തിനെ ഈ ഷേപ്പിനെ നമ്മൾ പറയുന്നത് പരാബോളിക് ഷേപ്പ് എന്നാണ്. സോ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് പരാബോളയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, when does the range becomes maximum? range എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ്. ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം ആ ബോഡി പോയിട്ടുണ്ട്, ആ ബോഡി മാക്സിമം ദൂരം പോവാനെടുത്ത ആംഗിൾ ഏതാണ്, ഏത് ആംഗിളിലാണ് മാക്സിമം ദൂരം ആ ബോഡി മൂവ് ചെയ്യുക അല്ലെങ്കിൽ പോകുക. റേഞ്ച് മാക്സിമം കിട്ടണം. റേഞ്ച് മാക്സിമം കിട്ടാനായിട്ട് എളുപ്പ വഴിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ജാവലിൻ ത്രോ കൺസിഡർ ചെയ്യാം. ജാവലിൻ ത്രോ എടുക്കുമ്പോൾ ജാവലിൻ ഏത് ആംഗിളിൽ പിടിച്ചിട്ട് എറിയുമ്പോഴാണ് മാക്സിമം ദൂരം പോവുക? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജാവലിൻ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ പിടിച്ചു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് മാക്സിമം ദൂരം പോകുന്നത്. ആ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ മാക്സിമം റേഞ്ച്, മാക്സിമം ദൂരം പോകുന്നതിന് എടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 45 അത്ര എഴുതിയാൽ മതി. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയ്യാം? റേഞ്ച് ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇവിടെ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റേഞ്ച് മനസ്സിലാക്കാൻ പറ്റുക. കാരണം ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്. യു സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ എറിയുന്ന വെലോസിറ്റി. ഓക്കെ, നമ്മൾ എറിയുന്ന വെലോസിറ്റി ആണ്. അപ്പൊ ആ ഒരു വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇനി ആംഗിൾ വേരി ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് റേഞ്ച് മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ കിട്ടുക. അപ്പോ റേഞ്ച് മാക്സിമം ആവുന്നതിന് സൈൻ 2 തീറ്റ നോക്കിയിട്ടാണ്. അപ്പൊ സൈൻ വാല്യൂ മാക്സിമം വന്നാൽ റേഞ്ച് മാക്സിമം ആണ്. സൈൻ വാല്യൂ മാക്സിമം വരുന്നത് സൈൻ 90 ആണ് മാക്സിമം. സൈൻ 90 ഈസ് ഈക്വൽ ടു 1. സൈനിന്റെ മാക്സിമം വാല്യൂ വരുന്നത് സൈൻ 90ക്കാണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടുന്ന് 2 തീറ്റ എന്താവണം, 90 ആവണം. അപ്പൊ 2 തീറ്റ 90 ആവണം. 90 ആയാൽ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര വരാം, 45 ഡിഗ്രി. ഓക്കെ, റേഞ്ച് മാക്സിമം ആകുന്ന ആംഗിൾ 45 ഡിഗ്രി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ ഈസ് when does the height becomes maximum? ആ ബോഡി ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് അതിന്റെ ഹൈറ്റ് മാക്സിമം ആയിട്ട് വരിക? ഓക്കെ, ഹൈറ്റ് മാക്സിമം കിട്ടുന്നത് ഏത് ആംഗിളിലാണ്? നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു ബോഡിയെ നേരെ മേളിലേക്ക് വെർട്ടിക്കൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യാം. നേരെ മേളിലേക്ക് പ്രൊജക്ട് ചെയ്തു.
ഈ പ്രൊജക്ട് ചെയ്യുന്ന വെലോസിറ്റി യു ആണെങ്കിൽ യു വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തു. അപ്പൊ ഈ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് h1 ആയിട്ട് എടുക്കാം. നേരെ വെർട്ടിക്കൽ ആയിട്ടാണ് മൂവ് ചെയ്യണതെങ്കിൽ. ഇനി സെയിം വെലോസിറ്റിയിൽ തന്നെ ഈ സെയിം ബോഡിയെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാം. സർട്ടൻ ആംഗിളിൽ നമുക്ക് ഈ ബോഡിയെ എറിയാം. അപ്പൊ അങ്ങനെ എറിയുമ്പോൾ ആ ബോഡി എന്ത് ചെയ്തു, ആ ബോഡി ഫോളോ ചെയ്യുന്ന പാത്ത് പരാബോളിക് പാത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയാണ് ആ ബോഡി മൂവ് ചെയ്യും. അപ്പൊ നോക്കിക്കേ, ഈ ഹൈറ്റ് ആണ് ഇതിന്റെ മാക്സിമം ഹൈറ്റ്. അതിന് നമുക്ക് h2 എന്ന് എടുക്കാം. ഈ രണ്ട് ഹൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ, സെയിം വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ബോഡി എന്തുവരും, ഹൈറ്റ് മാക്സിമം വരുന്നത് വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇത് ഗ്രൗണ്ട് ആണ്. ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് ഹൈറ്റ് മാക്സിമം കിട്ടുക? ഹൈറ്റ് മാക്സിമം ഇപ്പൊ ഇതാണല്ലോ. അപ്പൊ ഹൈറ്റ് മാക്സിമം കിട്ടുന്നത് എത്ര ആംഗിളിലാണ്? 90 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പോ ഹൈറ്റ് മാക്സിമം when the angle of projection is 90 degree. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് അത് എങ്ങനെ എഴുതാം? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് ഹൈറ്റിൻ്റെത്. h is equal to u square sin square theta divided by 2g. നമ്മൾ പറഞ്ഞ പോലെ തന്നെ u square നമ്മൾ എറിയുന്ന വെലോസിറ്റി ആണ്, 2 കോൺസ്റ്റന്റ്, g is also a constant. ഇനി ആംഗിളിനനുസരിച്ചിരിക്കും ഹൈറ്റ് മാക്സിമം ആണോ മിനിമം ആണോ ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഹൈറ്റ് മാക്സിമം വരണമെങ്കിൽ സൈൻ വാല്യൂ മാക്സിമം വരണം. അപ്പോ സൈൻ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് സൈൻ 90 ആണ്. സൈൻ 90 is equal to 1. അപ്പൊ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയായിരിക്കണം? ആംഗിൾ തീറ്റ is equal to 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ തീറ്റ is equal to 90 ഡിഗ്രി. Height is maximum when theta is equal to 90 degree. Fourth question is, if theta is the angle of projection, give another angle of projection giving the same range. ഒരു പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ് ചെയ്തു, ആ പ്രൊജക്റ്റിൽ മാക്സിമം ദൂരം പോയി, രണ്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ സെയിം റേഞ്ച് കിട്ടുന്നതുണ്ട്. ഏതൊക്കെ ആംഗിളിലാണ് നമുക്ക് സെയിം റേഞ്ച് കിട്ടുക, അല്ലെങ്കിൽ സെയിം ദൂരം പോകുന്ന രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? ഒരു പ്രൊജക്റ്റൈൽ എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതോ രണ്ട് ആംഗിൾസിൽ റേഞ്ച് സെയിം ആയിരിക്കും. ആ ആംഗിൾസ് ഏതൊക്കെയാണ്? ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. റേഞ്ച് മാക്സിമം വരുന്നത് രണ്ട് ആംഗിൾസ് ഓഫ് പ്രൊജക്ഷനിലാണ്. ആ വാല്യൂസ് ഏത് ആംഗിൾസിലാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. തീറ്റ ആൻഡ് 90 മൈനസ് തീറ്റ, ഈ രണ്ട് ആംഗിൾസിലാണ് റേഞ്ച് മാക്സിമം വരിക. ഓക്കെ, നമ്മൾ റേഞ്ചിന്റെ ഇക്വേഷനിൽ ആദ്യം തീറ്റ ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് 90 മൈനസ് തീറ്റ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് രണ്ട് റേഞ്ചും ഒരേപോലെ കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാം. ഇപ്പോ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ 90 മൈനസ് തീറ്റ, ഈ രണ്ട് ആംഗിൾസിനാണ് റേഞ്ച് ഒരേപോലെ വരിക. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ തീറ്റ 30 ഡിഗ്രി ആണെങ്കിൽ 90 മൈനസ് തീറ്റ എത്ര വരും? 90 മൈനസ് 30 is equal to 60. അപ്പൊ 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും റേഞ്ച് സെയിം ആണ്. ഓക്കെ, ഇനി തീറ്റ is equal to 40 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ 40 ആണെങ്കിൽ 90 മൈനസ് തീറ്റ is equal to 50. ഓക്കെ, എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോ രണ്ട് ആംഗിൾസിന് റേഞ്ച് സെയിം ആണ്. ആ ആംഗിൾസ് ഇതാണ്. Our second question is, consider a body projected into air. എയറിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന സെയിം ബോഡി തന്നെ. The quantities which remains constant throughout the projectile motion. പ്രൊജക്ടൈൽ നമ്മൾ പ്രൊജക്ട് ചെയ്ത ശേഷം ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക? ആ പ്രൊജക്ടൈൽ മോഷനിൽ ത്രൂ ഔട്ട് ദ പാത്ത്
കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന സെയിം ആയിട്ട് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രൊജക്ടൈൽ ഒന്ന് വരച്ചു നോക്കാം. പ്രൊജക്ടൈൽ യു വെലോസിറ്റിയിൽ പ്രൊജക്ടൈൽ പ്രൊജക്ട് ചെയ്തു. തീറ്റയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, പാത്ത് പരാബോളിക് പാത്ത്. ഓക്കെ, ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഒരു കല്ല് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി എറിയാണ്. അപ്പൊ എറിയുമ്പോൾ ആ ബോഡി മൂവ് ചെയ്യുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയിലാണ്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് എപ്പോഴും ആ ബോഡിക്ക് ഉണ്ടാവും. ആ ഗ്രാവിറ്റി എപ്പോഴും അതിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് ബോഡിയെ പിടിച്ച് വലിക്കാം. അപ്പൊ ത്രൂ ഔട്ട് ദ പ്രൊജക്ടൈൽ മോഷൻ, ഇപ്പൊ ഇവിടെ ആയിരിക്കുമ്പോഴും ഗ്രാവിറ്റി ഉണ്ട്, ഗ്രാവിറ്റി താഴേക്കാണ്. ഈ ഒരു പോയിന്റിലായിരിക്കുമ്പോഴും ഗ്രേവിറ്റി താഴേക്കാണ്. ഇവിടെയാണെങ്കിലും ഗ്രാവിറ്റി ഉണ്ടാവും. ആ ഗ്രാവിറ്റിയുടെ വാല്യൂസ് എല്ലായിടത്തും എന്താണ്? സെയിം ആണ്. ഓക്കെ, ത്രൂ ഔട്ട് ദ പ്രൊജക്ടൈൽ ഗ്രാവിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്വാണ്ടിറ്റീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വേറെ ഒരു ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ട്. ഇനി നോക്കിയേ, നമ്മൾ യു വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തു. ഇത് ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ്. ഈ വെക്റ്റർ ക്വാണ്ടിറ്റി യു എന്ന് പറയുന്ന വെലോസിറ്റി, അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യും. ഏതൊക്കെയാ? യു കോസ് തീറ്റ ഇവിടെ ഉണ്ട്, ഇവിടെ യു സൈൻ തീറ്റ ഉണ്ട്. നമുക്കറിയാം, ഒരു ബോഡി മേളിലേക്ക് പ്രൊജക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ബോഡി അറ്റ്മോസ്ഫിയറിലേക്ക് പ്രൊജക്ട് ചെയ്താൽ ആ ബോഡി മേളിലേക്ക് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു 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 വരും. ഓക്കെ, ഇവിടെ നോക്കിയേ, വെർട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന വെലോസിറ്റി യു സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോ വെർട്ടിക്കൽ മേളിലേക്ക് ഉള്ള വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്. യു സൈൻ തീറ്റയുടെ വാല്യൂ കുറഞ്ഞു 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 വരും. കാരണം ഗ്രാവിറ്റി താഴേക്ക് പിടിച്ച് വലിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ബോഡി പ്രൊജക്ട് ചെയ്യുമ്പോൾ യു സൈൻ തീറ്റയുടെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞ എന്ത് വരും? ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ യു സൈൻ തീറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായി മാറും? സീറോ ആയിട്ട് മാറും. സീറോ ആയാൽ മാത്രമേ ഇത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുള്ളൂ, നേരെ തിരിച്ച് താഴേക്ക് വരുവുള്ളൂ. അപ്പോൾ മേളിലേക്ക് പോകുന്ന വെലോസിറ്റി കമ്പോണന്റ്, വെർട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന വെലോസിറ്റി കമ്പോണന്റ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അതെന്തായി മാറും? സീറോ ആയി മാറും. ഓക്കെ, അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയോ? ഇപ്പൊ ഈ പോയിന്റ് എടുത്താൽ അതിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റയാണ് അല്ലെ? ആ യു കോസ് തീറ്റേനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഇപ്പുറത്തെ ഡയറക്ഷനിൽ വേറൊരു ഫോഴ്സും ഇല്ല. ഓക്കെ, അപ്പൊ യു കോസ് തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കാം? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ആയിരിക്കുമ്പോൾ യു കോസ് തീറ്റ, ഇവിടെ ആ ബോഡി എങ്കിൽ അവിടെ എന്തായിരിക്കും? യു കോസ് തീറ്റ. ഇവിടെയാണ് ബോഡി എങ്കിൽ അപ്പോഴും എന്തായിരിക്കും? യു കോസ് തീറ്റ തന്നെയാണ്. അപ്പോ രണ്ടാമത്തെ ക്വാണ്ടിറ്റി ഏതാണ്? യു കോസ് തീറ്റ. അതും എന്തായിരിക്കും? ത്രൂ ഔട്ട് ദ പ്രൊജക്ടൈൽ മോഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സെക്കൻഡ് വൺ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റ. അപ്പൊ ഒരു പ്രൊജക്ടൈൽ മോഷനിൽ രണ്ട് ക്വാണ്ടിറ്റീസ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. ആ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് ജി ആൻഡ് യു കോസ് തീറ്റ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോളാം. Second one is, what is the vertical component of velocity at the highest point? Highest point le vertical component of velocity ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് എന്ത് ചെയ്യുക? വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അല്ലേ വെർട്ടിക്കലി അല്ലെ മേളിലേക്ക് കിടക്കുന്നത്. ഇപ്പൊ ഒരു പ്രൊജക്ടൈൽ മേളിലേക്ക് പോകുന്തോറും അതിന്റെ ഹൈറ്റ് അല്ലെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോ ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്തായി മാറും? സീറോ.
വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് ഹയസ്റ്റ് പോയിന്റിൽ 0 ആവുക. അപ്പോൾ യു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എത്ര വരും? 0. കാരണം അറിയാലോ, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് ഗ്രാവിറ്റി എന്ത് ചെയ്യണം? അതിനെ ഒപ്പോസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ യു സൈൻ തീറ്റയുടെ വാല്യൂ ഗ്രാവിറ്റിയുടെ വെലോസിറ്റി കമ്പോണന്റ് ഒരേപോലെ വരുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോവാണ് അവിടെ നടക്കുക. അതൊന്നും ഓർക്കണ്ട. മുകളിലേക്ക് പോകും തോറും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കുറഞ്ഞ് 0 ആവും. ഓക്കെ. തേർഡ് വൺ, velocity of the projectile at the highest point. Velocity highest പോയിന്റിലെ ആ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി എത്രയാണ്? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഹയസ്റ്റ് പോയിന്റിൽ എന്താണ്? 0. അപ്പൊ യു സൈൻ തീറ്റ ഹയസ്റ്റ് പോയിന്റിൽ 0 ആണ്. ഇനി ആരേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരുന്നു യു കോസ് തീറ്റ ത്രൂ ഔട്ട് പ്രൊജക്ടൈൽ മോഷൻ സെയിം ആന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റ ഉണ്ട്. അപ്പൊ ടോട്ടൽ വെലോസിറ്റി എത്ര വരും? 0 പ്ലസ് യു കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ. അപ്പൊ ടോട്ടൽ വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റിലെ പ്രൊജക്ടൈലിന്റെ വെലോസിറ്റി എത്രയാണ്? യു കോസ് തീറ്റ. ഇത് എപ്പോഴും തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. നമ്മൾ സാധാരണ 1 ഡയമെൻഷണൽ മോഷനിൽ വെർട്ടിക്കലി പ്രൊജക്ട് ചെയ്യുന്നതാണെങ്കിൽ വെലോസിറ്റി 0 ആണ് ഹയസ്റ്റ് പോയിന്റിൽ. ഒരു പ്രൊജക്ടൈലിന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 0 അല്ല. എന്തായിരിക്കും അത്? യു കോസ് തീറ്റയാണ്. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് മിക്കവാറും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെലോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് യു കോസ് തീറ്റ. Okay, that's all about today's portion. I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.